അൽമോറ എന്ന സൈഡിലേക്ക് ഞാൻ പോവുകയാണ് ഗരംപാനിയിൽ നിന്ന്. ഗരംപാനി ഇതൊക്കെ നൈനിറ്റാളിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇത് നമുക്ക് കണ്ടറിയാം, ചുറ്റും ഇങ്ങനെ കുന്നുകൾ പോലെ നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കുള്ള വഴികൾ ഇതൊക്കെ കാണുമ്പോൾ രസമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവിടെ കംപ്ലീറ്റ് പച്ചപ്പ് വരുന്നതാണ് പറഞ്ഞത്. പച്ചപ്പ് വന്നാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ മലയൊക്കെ കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ അൽമോറയ്ക്ക് പോകുന്ന വഴിയാണ്. ഗരംപാനിയിൽ നിന്ന് ഒരു സ്കൂട്ടിയിലാണ് പോകുന്നത്. ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ സ്കൂട്ടി പോകുമ്പോൾ രസം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് കാറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. പക്ഷേ ഇപ്പോൾ കാറ്റങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു സമയമല്ല, നല്ല തണുപ്പാണ്. എന്നാലും ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം. ഈ മലനിരകൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി എനിക്കൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം പുല്ലൊന്നും ആയിട്ടില്ല, പക്ഷേ പുല്ലൊക്കെ വന്നാൽ ഇതിനൊക്കെ വേറെ ഭംഗിയായിരിക്കും. പക്ഷേ ഈ പുല്ലൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേറെ സംഭവമുണ്ട്, കടുവ വളർത്തു കേന്ദ്രം അല്ലെങ്കിൽ ജിം കോർബറ്റ് ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒരു 7 കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരാണ് ഈ റോട്ടിൽ കിടക്ക് നടക്കും. ഇതൊക്കെ സുഖമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഒറ്റയാട്ട് നടക്കും, കൂട്ടാട്ട് നടക്കുന്നുണ്ട്. 8 മണി കഴിഞ്ഞാൽ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല ആക്ച്വലി. സോ ഇതിൽ കാണുന്ന വന്യമായ സൗന്ദര്യം അതിൻ്റെ ഉള്ളിൽ വന്യമൃഗങ്ങളുണ്ടെന്ന് ഓർക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരുത്. കാരണം കുറേ കാടിനുള്ളിൽ പോകണ കാരണം ഞാൻ ഈ വഴിയൊക്കെ വെള്ളച്ചാട്ടത്തിൽ പോണ വഴിയാണ്. അപ്പോൾ വെള്ളച്ചാട്ടം കുറേ അടിയിൽ പോകേണ്ടി വരും. അപ്പോൾ എനിക്കിന്നിപ്പോൾ അൽമോറന്ന് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥ തോന്നി. അവിടെ കാണാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് അൽമോറ പോകാൻ പറ്റില്ല. ഇത് വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വഴിയാണിത്. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് വലിയ വെള്ളമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, കാരണം പുഴ പോലും വെള്ളമില്ല. അപ്പോൾ പിന്നെ വെള്ളച്ചാട്ടം ഒരു സങ്കല്പം മാത്രമായിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി വഴിക്ക്, ഇതൊക്കെ ആ സ്ഥലമാണ്, ഇതിൻ്റെ അടിയിലാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടം വരെ ഞാൻ എത്തിയിട്ട് തിരിച്ചങ്ങ് പോവുകയുണ്ടായത്. തിരിച്ച് പോകുന്ന വഴിക്ക് ഇതുപോലൊരു വീട് കണ്ടു. ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ നല്ല രസമുണ്ട്. മുകളിലിങ്ങനെ ഓട് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അടിയിലും കല്ല് വെച്ചിട്ടാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുകാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും ഉള്ളിലുണ്ടാവും. പോകുന്ന വഴിക്ക് ഈ കാണുന്ന കോഷി നദിയാണ്. കോഷി സുവൽവ 2 നദികളുണ്ട് ഇവിടെ. ഇപ്പോൾ കോഷി നദിയാണ് പോണത്. ഈ അൽമോറ എത്തിക്കഴിഞ്ഞാൽ 2ാമത്തെ നദിയും കൂടെ വരും. 2 നദിയും കൂടെ ആ ഭാഗത്ത് ഒഴുകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നദിയിലൊന്നും വലിയ വെള്ളമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ മഴ 2-3 ദിവസമായിട്ട് ചിലട്ട് പെയ്യണ കാരണം ഈ മലയിടിച്ചിൽ എല്ലായിടത്തും ഉണ്ട്. അൽമോറയിൽ ഡിയർ പാർക്ക് ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ അത് കാണുന്നതൊക്കെ ഓർത്താണ് പോയത്. ഈ പോണ വഴിക്ക് ഇങ്ങനെ കുറേ അമ്പലങ്ങൾ കാണാം. ഇതിൻ്റെ പ്രത്യേകിച്ച് എല്ലാ കുന്നിൻ്റെ മുകളിലും ഓരോരോ അമ്പലങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. കാരണം മനുഷ്യന് ഭയം താങ്ങാൻ വേണ്ടിയിട്ട് ദൈവം എന്നുള്ള സങ്കല്പത്തെ കൂട്ടുപിടിച്ചിട്ട് ഒരു ആവശ്യമായിട്ട് വന്ന കാരണം ചിലർക്കെങ്കിലും അങ്ങനെ എല്ലാ കുന്നിലും ഒരു അമ്പലം വയ്ക്കും. ഈ വഴിയെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്. വെച്ചാൽ നമ്മൾ യൂറോപ്പിലെത്തിയ പോലെയൊക്കെ ആയിരിക്കും. അതുപോലെ തണുപ്പുണ്ട്. സോ ഇതൊരു രസമുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് രാത്രി ഒരു 7 കഴിഞ്ഞാൽ പിന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ല, മാത്രം പുറത്ത് നിന്നാൽ പിന്നെ രസിക്കേണ്ടി വരില്ല. അപ്പോൾ വീണ്ടും ഉള്ളാണെന്ന് അത് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ അൽമോറ എത്തുമ്പോൾ നമ്മൾ കാണുന്നതാണ് അൽമോറ. അവിടെ ഇപ്പോൾ ഈ ഒരുമാതിരി വലിയ മോൾസും അവിടുത്തെ കമ്പനികളെല്ലാം ഈ ഒരു മോളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ലൊരു സിറ്റി തന്നെയാണ്. അൽമോറ ശരിക്കും കൊമയൂൺ രാജവംശത്തിൽപ്പെട്ടത്, കൊമയോൺ എന്നുള്ള രാജവംശത്തിൽപ്പെട്ട ചാന്ദ് രാജാവ് ഭരിച്ച ഒരു രാജ്യമാണ്. അയാൾ ഫൗണ്ട് ചെയ്ത് 16ാം നൂറ്റാണ്ടിലാണ്. പിന്നെ ഇവർ ഗൂർഖകൾ അറ്റാക്ക് ചെയ്തു നേപ്പാളിൽ നിന്ന്. നേപ്പാളൊക്കെ ഇതിൻ്റെ അടുത്താണ്. ഗൂർഖകളെ ഒതുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വന്നു. പിന്നെ ബ്രിട്ടീഷുകാർ കയ്യേറി. അങ്ങനെ കുറേ ഒരു സംഭവങ്ങളൊക്കെ ഹിസ്റ്ററി ഈ അൽമോറയ്ക്കുണ്ട്. ഇവിടെ ഹസ്തിനപുരം, അതായത് പാണ്ഡവരും കൗരവരൊക്കെ ഇവർ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ സ്ഥലങ്ങളാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ കഥയാണ്, പക്ഷേ കഥയിൽ അതൊക്കെ ഉണ്ട്. എനിവേ അൽമോറ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഗരംപാനി വളരെ ചെറിയൊരു ഗ്രാമമാണ്. അവിടുത്തെ കാലാവസ്ഥയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ബാക്കി എല്ലാ സിറ്റിയിലെയും പോലെ എല്ലാ സ്ഥലത്തും ഹോട്ടലും ചെറിയ ഹൗസ് സ്റ്റേ, അതെല്ലാം ഹോം സ്റ്റേ ഒക്കെ ഉണ്ടാവും. പല റേറ്റാണ്. എനിക്കിന്നിവിടെ കഴിയുന്നോർത്ത് വന്നായിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അൽമോറ അത്ര വലിയ ടൗണൊന്നുമില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ കണ്ടു തന്നെ പോരാൻ പറ്റി. ഞാൻ പിന്നെ ഇവിടെ ഒരു കല്ലിൽ വെച്ച ക്ഷേത്രമുണ്ട്, സൺ ടെമ്പിളൊക്കെ ഉണ്ട്. സൺ ടെമ്പിൾ കല്ലിലുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കാണാൻ പോയി കഴിഞ്ഞാൽ 30 കിലോമീറ്റർ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പോവുകയുണ്ടായില്ല. പിന്നെ ഇവിടെ വേറെ 2-3 ക്ഷേത്രമൊക്കെ ഞാൻ കണ്ടു അത്യാവശ്യം കാണാൻ വേണ്ടിയിട്ട്. ഇത് അൽമോറ ടൗണിൻ്റെ ഉള്ളിലാണ്. ഇതിവിടുത്തെ എന്തോ ഒരു മഹാനായ നേതാവാൻ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഷിംലയിൽ കണ്ടിട്ടുണ്ട്, ഡാർജിലിങ്ങിൽ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ. എല്ലായിടും നല്ല തണുപ്പുള്ള ഏരിയ കാരണം രസമാണ്. പിന്നെ തട്ടുകടകൾ ഇഷ്ടംപോലെ ഉണ്ട്. ചീപ്പായിട്ട് നല്ല ഫുഡ് കിട്ടും, ചീപ്പായിട്ട് തന്നെ. പിന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ റേറ്റൊന്നുമില്ല. ഇപ്പോൾ എത്ര വലിയ ഹോട്ടലിൽ കയറിയാലും നമുക്ക് വലിയ റേറ്റൊന്നുമില്ല. കേരളത്തിൽ കയറുമ്പോൾ ഹോട്ടലിലുള്ള റേറ്റൊന്നുമല്ല ഇവിടുത്തെ റേറ്റ്. ഇവിടെ നമുക്ക് ചിലവ് കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയാം. ഫുഡിനൊന്നും വലിയ കാശായിട്ട് ചിലവ് പോവില്ല. പിന്നെ ഹോം സ്റ്റേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ അത്യാവശ്യം കാശ് എടുക്കുന്നുണ്ട്. 1000, എന്നാലും അത്ര വലിയ കൂടുതലെന്ന് പറയാനല്ല ഇവിടെ. എന്നാലും നല്ല മുറിയൊക്കെ കിട്ടും. ഇത് ഞാൻ അങ്ങനെ ചെന്നപ്പോൾ ഒരു ഡിവിഷൻ ലെഫ്റ്റിലേക്ക് പോയ സൺ ടെമ്പിളാണ്.
റൈറ്റിലേക്ക് പോയാൽ കുറേ ടെമ്പിൾസ് കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ റൈറ്റിലേക്കാണ് പോയത്. ഈ വഴിക്ക് ഞാൻ പിന്നെ പോയിട്ടുണ്ട്. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കുന്നുകൾ, ഈ വഴിക്കൊക്കെ കടുവയുണ്ട്, കരടിയുണ്ട്. അത് ഓർക്കുക. ഈ കാണുമ്പോൾ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഒരു 7 കഴിഞ്ഞാൽ ഈ സ്ഥലമൊന്നും ഇങ്ങനെയൊന്നുമല്ല, കടുവ കയറി കിടക്കുന്ന വഴി തന്നെയാണ് ഇതെല്ലാം. ഈ പോണ വഴിക്ക് ഒരു സൂ ഉണ്ട്. സൂവിൽ ലെപ്പോർഡിനൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നത് ഞാൻ പോണേക്ക് ഓർത്താണ്. എനിക്കതിന് സമയമില്ല ശരിക്കും, കാരണം പെട്ടെന്ന് പോകണമെന്നായിരുന്നു. ഗോലു ടെമ്പിൾ എന്ന് പറഞ്ഞ് കുറേ കാണാം. ഇതെനിക്ക് തോന്നുന്നു ഇത് ശിവൻ്റെ ടെമ്പിളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ ടെമ്പിളാണ്, ആൾക്കാരും മഹാഭക്തന്മാരുമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അന്ധവിശ്വാസം വേണമല്ലോ. ഇവിടെ എത്തിയപ്പോൾ ഗോലു മാതാ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളുണ്ട്. ഗോലു ദേവത എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിറ്റേ എന്നുള്ള സ്ഥലമാണിത്. ആ സ്ഥലത്ത് ടെമ്പിളാണ്. ഈ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെമ്പിൾ കയറുമ്പോൾ തന്നെ പുറത്ത് കച്ചവടക്കാരിപ്പുണ്ട്. അവരെ നിന്ന് കുറേ മണി വാങ്ങിക്കാൻ കിട്ടും. ഈ മണി നമ്മൾ വാങ്ങിച്ചൊരു പേപ്പറിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എഴുതി അവിടെ കൊണ്ട് കൊടുക്കുക. ഇതാണ് നേർച്ച. ആ നേർച്ച അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇതൊക്കെ ഒരു അന്ധവിശ്വാസം നമുക്കറിയാം. ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, ആ പ്രദേശം നന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പണ്ടത്തെ ബുദ്ധിമാന്മാർ ചെയ്ത ഒരു വഴിയാണ് ഇതൊക്കെ. അത് ഇപ്പോഴും ആൾക്കാർ പൈസ കൊടുക്കാൻ റെഡിയാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. അവർ വന്നിട്ട് ഇങ്ങനെ കുറേ മണി കൊണ്ട് കൊടുക്കും. മണി കൊണ്ടൊക്കെ എടുത്താൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നുള്ള മണ്ടന്മാരാണ് ചെയ്തേക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എത്ര മണ്ടന്മാരുണ്ടെന്ന് ഇവിടുത്തെ മണി എണ്ണി വയ്ക്കാൻ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരില്ല, പക്ഷേ അത് വിഷയമുള്ള കാര്യമല്ല. കാരണം ഇതിലൊരു പച്ച പരമാർത്ഥം ഉണ്ട്. കാരണം ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടാക്കി വെച്ചിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് കുറച്ച് മണി കൊടുത്ത് എഴുതി കൊടുത്ത് കഴിഞ്ഞാൽ നടക്കുന്നു പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വലിയൊരു കോമഡി ഞാൻ വേറെ കേട്ടിട്ടില്ല. ഇതിവിടെ മാത്രമല്ല, ഇന്ത്യയിൽ പല സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മണിയാണ് പ്രശ്നം മാത്രമേ ഉള്ളൂ. മണി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഗ്രഹം സാധിക്കും. ഈ കാണുന്ന എല്ലാ അവരുടെ ആവശ്യങ്ങളാണ്. എനിക്കിത് സാധിക്കണം പറഞ്ഞാൽ എഴുതി വെച്ചേക്കണതാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് മണികളും ലക്ഷക്കണക്കിന് എഴുത്തുകളും ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് കയറിയപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കിട്ടുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഒന്നുമില്ല നമുക്ക് അറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ അതില്ലാണ്ട് തിരിച്ചു വന്നു. പക്ഷേ ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ള രസമുള്ള കാര്യമാണ്. കാരണം ആൾക്കാർ അന്ധവിശ്വാസം കാണാൻ വേണ്ടി പോണ രസമാണല്ലോ. കഥകൾ കേൾക്കാനുള്ളതും ആസ്വദിക്കാനുള്ളതുമാണ്, കഥകൾ വിശ്വസിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നിടത്തോളം കാലം മാത്രമേ ഭക്തിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കഥയാണെന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭക്തിയൊക്കെ എപ്പോഴേ പോയി നോക്കിയാൽ മതി. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള കാര്യം കുറച്ച് പേര് ഇങ്ങനെ ജീവിച്ചു കൊണ്ടെന്നുള്ളത് വേറെ സത്യമാണ്. എനിവേ ഇത് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ഈ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൊക്കാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. ഈ അമ്പലത്തിൽ നമ്മളെന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഇവർ ആവശ്യങ്ങളൊക്കെ പേപ്പറിൽ വെച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു മണിയും കിട്ടി കൊടുക്കണം. ഈ അടിയിലൊക്കെ ഇതിന് ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതിൻ്റെ ബിസിനസ്സൊക്കെ അവരൊരു പാക്കറ്റിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എഴുതാനുള്ളത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ്. ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് നടക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. ഇതൊന്നും നടക്കില്ല എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ഇത് കാണുമ്പോൾ ഒരു രസമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുടെ ആവശ്യങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദൈവത്തിന് വേറെ സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ആവശ്യം വേറെ ആളുടെ ആവശ്യം എതിരാണെങ്കിൽ നടക്കുമോ? രണ്ടുപേരും ആവശ്യം നടക്കുമല്ലോ. അതിൽ തന്നെ ഇതിൻ്റെ ഫൂൾസ്നെസ്സൊക്കെ മനസ്സിലാവും. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് സത്യം. ഈ കാണുന്നതാണ് ഗോലു ദേവത ടെമ്പിൾ, ചിറ്റായിലുള്ള. സോ ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാണ്. തിരിച്ചു വന്നപ്പോൾ സൂ കണ്ടു. ഞാൻ അങ്ങോട്ട് എപ്പോഴും കണ്ടാണ്. തിരിച്ചെത്തിയപ്പോൾ ഒന്ന് കയറിയേക്കുള്ളതെന്ന് തോന്നി. അപ്പോൾ സൂ കയറ്റാൻ വേണ്ടി ഞാൻ അവിടെ വണ്ടി നിർത്തി മുകളിലേക്ക് കയറുകയാണ്. കയറി ചെന്നതും അവിടെ ഞാൻ കണ്ട കാഴ്ച അമ്പരിപ്പിക്കുന്നതല്ലെങ്കിലും കൗതുകമുണർത്തുന്നതായിരുന്നു. വേറൊന്നുമല്ല, ഏതാണ്ട് 5:30 മണിയായി. 6 മണി വരെ സൂ ഉണ്ട്. അപ്പോൾ അയാൾ എന്നെ കണ്ടതും അയാളവിടെ ലാസ്റ്റ് പോയ ആൾക്കാരാണ് കയറി പോകുന്നത്. അവർക്കും കൂടെ അയാൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഇയാൾ പൂട്ടാൻ പോകണം. എന്നെ കണ്ടപ്പോഴേക്ക് അയാൾ പറഞ്ഞു, എനിക്ക് കയറ്റാൻ പറ്റില്ല. എനിക്കെല്ലാം കയറുന്നുണ്ടായില്ല. കാരണം 1/2 മണിക്കൂർ കളയാനുള്ള സമയം എനിക്കില്ല. കാരണം ഞാൻ തന്നെ തിരിച്ചു പോകാൻ വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ലിയോപ്പണ്ണെ കാണാം, അങ്ങനെ കുറച്ച് പേരെ കൂട്ടിലിട്ട ആൾക്കാരെ കാണുന്നത് മാത്രമേ ഉള്ളൂ. സോ എനിക്കതിൽ വലിയ ഒരു സംഭവം തോന്നാത്ത കാരണം എനിക്കതിൽ നിരാശയും തോന്നിയില്ല. ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്. കാരണം കയറാൻ വേണ്ടി വന്നതല്ല, കാരണം സമയമില്ലായിരുന്നു. പിന്നെ മുകളിലാണെങ്കിൽ പയ്യെ മഴ പെയ്യാനുള്ള സമയം കൂടെ ആയി തുടങ്ങി. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്. പള്ളി ഞാൻ അങ്ങോട്ടും ഇപ്പോഴും കണ്ടാണ്. ഈ പള്ളി കയറുന്നുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ വന്നിട്ട് പണിതൊരു പള്ളിയാണിത്. ഇത് മെത്തഡിസ്റ്റിൻ്റെ ചർച്ച എന്നാണ് പറഞ്ഞത്. ഇത് അൽമോറ ടൗണിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ പള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടുത്തെ ഒരു
ടെലിഫോൺ ടവറിൻ്റെക്കാളും ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ഇടിവെട്ടിന് വരാൻ സാധ്യതയുള്ള കാരണം ഈ സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരാൻ സാധ്യത, അതായത് ഇടിവെട്ട് വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് പോകുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയ കാരണം ഓടിച്ചാടി ഒന്ന് വേഗം പോകാമെന്നുള്ള രീതിയിൽ ഞാൻ ഈ പള്ളിക്ക് ചുറ്റും ഒന്ന് ഓടി നടന്നു. കാരണം വേറൊന്നുമല്ല, ഈ പള്ളിയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ഈ പള്ളി പണിതേക്കുന്നത്. എന്തായാലും പണിത് വച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പള്ളി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഇപ്പോൾ ഞായറാഴ്ചയാണെന്ന്, പക്ഷെ എനിക്ക് ചിലപ്പോൾ രാവിലെ ഇവർ കുർബാന കഴിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതായിരിക്കാം കാരണം ഇപ്പം മെയിൻ്റനൻസ് ഒക്കെ പള്ളിക്ക് ഇത്ര പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇവിടെ കാണുന്നില്ല. 2 പട്ടികൾ നിൽക്കുന്നുണ്ട്. സോ അവരിപ്പോൾ പള്ളിയിലിപ്പോൾ ആൾക്കാരുണ്ടായില്ലെന്ന് മാത്രമായിരിക്കാം. സോ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട്, ഈ കാണുന്ന ടെലിഫോൺ ടവറാണ് റൈറ്റിൽ കാണുന്നത്. ഇത്രയും നല്ല ഹൈറ്റിലാണ് ഈ സംഭവം. ഇവിടെ നിന്ന് ഈ അൽമോറ ടൗൺ മുഴുവനായിട്ട് കാണാം. സോ ഞാനിപ്പോൾ 2 മനസ്സിലാക്കണേ, നമ്മൾ ഇവിടെ താമസിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. താമസിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു വാടക കൊടുക്കേണ്ടി. കാരണം ഞാൻ ഗരംബാനിയിലും ഹോട്ടലിൽ താമസിക്കുന്നത്. അപ്പോൾ രണ്ട് വാടക 2 ഹോട്ടലായിട്ട് കൊടുക്കേണ്ട അവസ്ഥ വരും. സോ അത് കാരണം തിരിച്ചു പോകാൻ തന്നെയാണ് മഴ പെയ്തില്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് തിരിച്ചു പോയപ്പോഴും നമ്മൾ ആദ്യം കണ്ട ആ ഒരു വീടിൻ്റെ അടിവശം കൂടെ ഒന്ന് എടുത്തു. ഞാൻ പറഞ്ഞ ഒരു കല്ലുകൊണ്ടോ പണിതൊരു വീട് നമ്മൾ കണ്ടിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞു, ഞാൻ തിരിച്ച് ഗരംബാനിൽ താമസിച്ചു. പിറ്റേ ദിവസം ഞാനിവിടെ പോകുന്നത് ഭീംതാൽ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ്. നൈനിറ്റാലിലെ ഒരു വലിയ തടാകമാണ് ഭീംതാൽ. അതായത് ഭീമൻ ഇവിടെ വന്ന് വനവാസകാലത്ത് ഇവിടെ വന്നു എന്ന് പറയുന്നുണ്ട്. ഭീമൻ്റെ ഒരു ക്ഷേത്രമൊക്കെ അവിടെയുണ്ട്. ഈ പാണ്ഡവന്മാർ ഇന്ത്യയിലെ പോകുന്ന സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ. വടക്കേ ഇന്ത്യ തൊട്ട് തെക്ക് കേരളം വരെ ഇവർ പോയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അറിയത്തൊക്കെ വെറും കഥ മാത്രമാണ്. അപ്പോൾ ഭീമൻ്റെ കാൽപ്പാടെ പതിയാത്ത സ്ഥലങ്ങളുമില്ല. ഇത് ഭീംതാൽ നമ്മൾ തുടങ്ങുകയാണ് ഇവിടെ. വെച്ചാൽ ആ വലിയ തടാകം തുടങ്ങുകയാണ് ഇവിടെ. ഈ ഭീംതാലൊക്കെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറേ തടാകങ്ങൾ ഉണ്ടായതെല്ലാം പ്ലേറ്റ് ടെക്ടോണിക്സ് വഴിയാണെന്നാണ് സയൻസ് പറയുന്നത്. അതായത് ഭൂമിയുടെ അടിയിലെ ശൽക്കങ്ങൾ ചലിച്ചിട്ട് മാറുമ്പോൾ അവിടെ കർത്തങ്ങളുണ്ടാകുന്നു, അവിടെ വെള്ളം നിറയുന്നു, തടാകമായിട്ട് മാറുന്നു, അങ്ങനെ. സോ ഇവിടെ നമ്മളിപ്പോൾ ഈ ബോട്ടിൽ പോകണമെങ്കിൽ 500-600 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത്രയും കൊടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നാത്ത കാരണം ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയുണ്ടായത്. പക്ഷേ ഈ തടാകത്തിൻ്റെ സൈഡിലുള്ള ഒരു കാംനെസ് ഭയങ്കര ഒരു സംഭവമാണ്, ഭയങ്കര അട്രാക്ഷനാണ്. അത് ആസ്വദിക്കാൻ തടാകത്തിന് സൈഡിൽ നിന്നാലും മതി. തടാകത്തിലൂടെ ബോട്ടിൽ കൂടെ പോകണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നൈനിറ്റാലിൽ കണ്ട പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ മീൻ വളരുന്നുണ്ട്. നൈനിറ്റാലിലുള്ള അത്രയും ഒരു തിരക്കൊന്നും ഈ ഭീംതാലിൻ്റെ അടുത്ത് ഞാൻ കണ്ടില്ല. ഇന്ന് സൺഡേ ആയിട്ട് പോലും കുറച്ചും കൂടെ കാമാൻ ക്വയറ്റ് ഏരിയയാണ്. അധികം ആൾക്കാരെ അധികമൊന്നും കാണാനില്ല. ഈ കാണുന്ന സ്ഥലത്തൊക്കെ മുകളിൽ കയറി നിൽക്കാം. സോ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കാമെന്ന് വെച്ചു. ഞാൻ വണ്ടി നിർത്തിയിട്ട്, ഇത് ഏത് കാലത്ത് പണിതാണെന്നറിയില്ല. ഇതൊന്നും മെയിൻ്റനൻസ് ഇല്ല ആക്ച്വലി. അത് നമുക്ക് പടി കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ മുകളിൽ നിന്ന് ഒരു ഹൈറ്റിൽ നിന്നൊരു ലുക്ക് കിട്ടും, ഒരു എലിവേറ്റഡ് സർഫസിൽ നിന്നൊരു ലുക്ക് കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നൈനിറ്റാലിൽ ഈ ഭീംതാലും സത്താലും ഒക്കെയാണ് ഞാൻ കാണാത്തത്. ഇപ്പോൾ നൈനിറ്റാലിൽ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. കാരണം നേരത്തെ പോയി കണ്ടാണില്ല. എന്നാലും ഒന്നുകൂടെ കാണുമ്പോൾ അട്രാക്ഷൻ ഭയങ്കര സംഭവമാണത്. കാരണം നമുക്ക് പിന്നെയും പോകാൻ തോന്നും. അപ്പം പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ സമ്മതിക്കാത്തതിന് മാത്രം ഇത്രയും തണുപ്പും ഇപ്പോൾ മഴയും കൂടെ ഇന്നുണ്ട്. സോ മഴ കാരണം പോകണോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എന്തായാലും പോകാൻ നിർത്തി വന്നാലും ഇവിടം വരെ എത്താൻ പറ്റി, കാണാൻ പറ്റി. സോ ഇവിടെയൊക്കെ ബോട്ടുകളുണ്ട്. ഇതിനൊക്കെ ഒരു അന്യായമായ ചാർജാണ് വാങ്ങിക്കുന്നത്. ഒരുപക്ഷെ ഒരു അന്യായം നമുക്ക് തോന്നുമെങ്കിലും അവർക്ക് വല്ലപ്പോഴും മാത്രമേ കിട്ടുകയുള്ളൂ. ടൂറിസ്റ്റുകൾ വരുമ്പോഴേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വരുമാന മാർഗ്ഗം എന്ന നിലയ്ക്കായിരിക്കും അവർ ചോദിക്കുക. അതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സോ ഇവിടെയൊക്കെ ഇരുന്ന് ഇപ്പോൾ ഇത് ഉച്ചയാണ്. ഉച്ചയ്ക്ക് പോലും നമുക്ക് അവിടെ സുഖമായിട്ടിരിക്കാം. ഇവിടെ വെയിലാണ് ആവശ്യം ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞാൽ ഒരു വെയിൽ നിന്നുള്ള മാറിയിരിക്കുമല്ലോ. ഇവിടെ വെയിലത്തോടെ പോയി വെയിൽ കാഞ്ഞിരിക്കും. അപ്പോൾ അത് ഞാനും വെയിൽ കണ്ടാൽ ഇരിക്കാറുണ്ട്. കാരണം വെയിലത്തിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ നല്ല തണുപ്പത്ത് വെയിലത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമാണ്. അത് നമ്മൾ സ്വെറ്റർ ഇട്ടിട്ടും അതിൻ്റെ മുകളിൽ വേറെ കോട്ടിട്ടാലും നമുക്ക് പിന്നെ തണുപ്പാണ്. അപ്പോൾ ഫെബ്രുവരിയൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ബർഫ് അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടു. കാരണം മഴ 2 പ്രാവശ്യം പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് പെയ്യുന്ന പറഞ്ഞത്. സോ ഇന്നോ നാളെയൊക്കെ ആയിട്ട് മഞ്ഞ് പെയ്ത്തുണ്ടാവുമെന്ന് കേട്ടു ഞാൻ. ഇവിടെയൊക്കെ മനോഹരമായ ഹോം സ്റ്റേകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിപ്പോൾ ഭീംതാലിൻ്റെ ടൗണാണ് ഈ കാണുന്നത്. ഭീംതാൽ തുടങ്ങി അതിൻ്റെ അറ്റമാണ് ഇത്. ഒരറ്റം നിന്ന് വേറെ അറ്റം വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് ഇതുപോലെ ആൾക്കാർ കയറി ഇരുന്ന് കാണാനൊക്കെ പറ്റിയ ഇത് നമ്മുടെ നൈനിറ്റാലുണ്ട് ഇങ്ങനെ ഒരു സംഭവം പണിത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ കണ്ടു. അതിൻ്റെ മുകളിൽ കയറി ഇരുന്നാലും നമുക്ക് കുറച്ച് എലിവേറ്റഡ് സർഫസിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ഭീംതാൽ കാണാം. അത്രേ ഉള്ളൂ. ഈ കാണുന്ന വളഞ്ഞു പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലേക്കുള്ളൊരു വഴിയാണ് ആക്ച്വലി. ഒരു ശിവൻ്റെ അമ്പലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വഴികൂടെയും ചെറിയ ആളുകൾ സ്കൂട്ടർ ഓടിച്ച് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. സ്കൂട്ടർ ഓടിച്ച് നടന്നൊക്കെ ശരിക്കും നടപ്പാതെയാണ്, പക്ഷേ ആൾക്കാർ സ്കൂട്ടർ ഓടിച്ച് അതിൽ പോകണൊക്കെ ഉണ്ട്.
സോ അതിൽ കൂടെ ഞാനൊന്ന് സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് നടന്നു പോകുന്നു വെച്ചു. ഈ കാണുന്നത് പ്രാചീൻ ശിവക്ഷേത്രം കണ്ടാണ് അങ്ങോട്ടേക്കുള്ള അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ഏരിയ ആണിത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വെള്ളം നിറയും തോന്നുന്നു കുറച്ച് കാലം കഴിഞ്ഞാൽ. മഴയൊക്കെ വരുമ്പോൾ കൂടുതൽ വന്ന് വെള്ളമൊക്കെ നിറയാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മളിപ്പോൾ ഇത് കാണുന്ന ഒരു കളർ ക്വാളിറ്റിയേക്കാളും രസമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. എൻ്റെ ഫോണിൽ കാണുന്ന കളറായിരിക്കില്ല, കളർ കുറച്ച് വ്യത്യാസമുണ്ട് നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഇവിടെ വെള്ളം തുഴഞ്ഞൊക്കെ പോവാം. നടുക്ക് കാണുന്ന ഒരു ഐലൻഡാണ് ആക്ച്വലി. ഒരു അക്വേറിയം അവിടെയുണ്ട്. ഭീംതാലിൻ്റെ നടുക്ക് അങ്ങനെ ഒരു ഐലൻഡ് ഉണ്ട്. അത് അങ്ങോട്ടേക്ക് വെള്ളത്തിലേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു അക്വേറിയം വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇവിടെ മാത്രം കണ്ടുവരുന്ന ചില ചെടികൾ മരങ്ങളാണ് ഈ കാണുന്നില്ല. പല ടെറസിലായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണിത്. മരമൊക്കെ തന്നെ നട്ടു വളർത്തിയൊന്നുമല്ല, തന്നെ വളർന്നു തന്നെയാണ് പലതും. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഇരിക്കാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് വാളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ വെള്ളം തുറന്നു വിടാനും പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു തടാകത്തിലെ വെള്ളം നിയന്ത്രിക്കാനും അവർക്ക് പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നടുക്കുള്ള ആ ദ്വീപ്. അവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇന്ന് എനിക്ക് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ എനിക്ക് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകണമെന്നില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ വലിയ കാര്യമാണല്ലോ. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഈ ഭാഗത്തെ അമ്പലങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മുടെ കേരള ആർക്കിടെക്ചർ ടൈപ്പുള്ള അമ്പലങ്ങളല്ല. ഈ നൈനിറ്റാലിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു മകുടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ഷേപ്പ്. പിന്നെ ഇവിടെ എല്ലാം BJP ആണ് അധികവും ഭൂരിപക്ഷം നിൽക്കുന്നത്. സോ മതം കുടിയുത്തി വാഴുന്ന സ്ഥലമാണ് ഇതെല്ലാം. ഇവിടെ നമ്മൾ ഈ കാണുന്ന അരയന്നങ്ങൾ പോലുള്ള കുറേ പക്ഷികളുണ്ട്. അരയന്നം തോന്നുന്നു പാണ്ഡവ് കാൽ ആണ് ഇതിൻ്റെ ഒരു ടെമ്പിളിൻ്റെ പേരാണ്. പേര് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. എനിവേ ഈ വഴിക്കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഇവിടെ അരയന്യങ്ങൾ കുറേ എണ്ണം കൂടിയിട്ടുണ്ട്. ഒരു കൊക്ക് പോലത്തെ സാധനമാണ് അരയന്നം എന്ന് ഞാൻ മനസ്സിലാകുന്നു. നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു അരയന്നത്തിൽ ലുക്കൊക്കെ അതിനുണ്ട്. ഇവിടെ ഒരു പ്രാവ് ഏകനായിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. സോ അങ്ങനെയുടെ കുറച്ച് ഫോട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് വീഡിയോ എടുത്ത് മാത്രം. ആളുകളിങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ ഇത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. ഭീംതാലിൻ്റെ അടുത്തിരിക്കുക, തടാകത്തിൻ്റെ അടുത്തിരിക്കാൻ തന്നെ നല്ല ശാന്തമാണല്ലോ. വെള്ളം സർഫസ് ഉണ്ടെങ്കിൽ തന്നെ രസമാണ്. അതാ കാണുന്നത് ഉരുണ്ടുണ്ട് പോകുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ ചവിട്ടി അത് ഉരുണ്ടുണ്ട് പോയിക്കോളും. സോ ഇത് ഈ ഭീംതാലും അത് സത്തലിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് ഈ അരണ്യങ്ങൾ പോണതാണ്. ഇവിടെ ഞാൻ വേറൊരു കോഴി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ എന്താ പറയുക, നമ്മുടെ നദിയിലൂടെ പോകുന്നൊരു കോഴി ഭയങ്കര സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കണ്ടില്ല, അങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ ഭീംതാലിൽ നിന്ന് നേരെ സത്തലിലേക്കാണ് പോകുന്നത്. സത്തൽ എന്ന് പറഞ്ഞാൽ 7 തടാകങ്ങൾ കൂടിയ സ്ഥലം എന്നാണ് എൻ്റെ അർത്ഥം. അതും അത്യാവശ്യം വലുത് തന്നെയാണ്. എല്ലാ തടാകത്തിനും ഓരോരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഭംഗിയൊക്കെ വേറെയാണ്. സ്ഥലമൊക്കെ ഏതാണ്ട് ഒരുവരിക്കും, പക്ഷേ ഓരോന്നും ഓരോ സൗന്ദര്യമാണ് നമുക്ക് മുമ്പിൽ പ്രദാനം ചെയ്യുന്നത്. പലതിനും പല രീതിയാണല്ലോ. ഇപ്പോൾ മനുഷ്യർ പല ആൾക്കാരെന്ന് പറഞ്ഞ പോലെ തന്നെ തടാകമൊക്കെ ഒന്ന് തന്നെ, പക്ഷേ തടാകങ്ങൾ പല സ്ഥലത്താകുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകൾ അതിനും ഭംഗിയൊക്കെ ഓരോ തടാകത്തിനും പറയാനുണ്ട്. സത്തൽ എനിക്കിഷ്ടമായി. ശരിക്കും എനിക്ക് ഭീംതാലിനേക്കാൾ ഇഷ്ടം സത്തലാണ്. ഇവിടെ അധികം ആൾക്കാരും ഇല്ല. ഭയങ്കര വന്യതയാണ് ഇവിടെ. എന്നുവെച്ചാൽ ഭീകരമായ വന്യതയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വന്യതയുണ്ട് ഇവിടെ. ഇവിടെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ മറ്റന്മാർ ഇറങ്ങി നടക്കും, കടുവകളൊക്കെ ഇറങ്ങി നടക്കും. അന്നേരം നമ്മൾ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. അതുവരെ നമുക്ക് നിൽക്കാമല്ലോ. ഇവിടെ എന്താ പറയുക, കയാക്കിംഗ് ഉണ്ട്. പിന്നെ മോളിക്കട ഇങ്ങനെ ഊർന്നു പോകുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ പറഞ്ഞാൽ ഗേറ്റ് വാൾ നമ്മൾ വച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിനെ നിയന്ത്രിക്കാൻ. ഇപ്പം അത്യാവശ്യം വെള്ളം ഉള്ള സമയമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഏരിയ ആണ് ഇതെല്ലാം. ഇവിടെ പിന്നെ ഉച്ചയ്ക്കോ വൈകുന്നേരം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എപ്പോഴായാലും നമുക്ക് ഇരിക്കാൻ പറ്റിയ സമയം തന്നെയാണ്. ചൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരിക്കേണ്ട വരില്ല. ഒരു 8 മണി 7 മണി കഴിഞ്ഞാൽ പിന്നെ 6:30 തന്നെ ഇറന്ന് വിട്ടോളണം. ഈ നൈനിറ്റാൾ ഏത് ഭാഗത്തായാലും ഒരു 6:30 കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കൊണ്ടിരിക്കുന്നില്ല. അൺലെസ് നമ്മൾ ടൗണിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രം. വേറെ ഒരു വഴിക്കിടെയും സ്കൂട്ടറിൽ പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീപ്പോ കാറോ ഉണ്ട് പിന്നെയും പോവാം, അല്ലെങ്കിൽ സ്കൂട്ടറിൽ നിന്ന് ഒരിക്കലും പുറത്ത് പോരുത് ഒരു 6 മണി 6:30 കഴിഞ്ഞാൽ രാത്രി. അതിപ്പോഴും ഓർമ്മയിരിക്കട്ടെ. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. നമ്മുടെ നൈനിറ്റാൾ ഈ ഭാഗത്തൊക്കെ, ഭീംതാൽ ഭാഗത്തൊക്കെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. എല്ലാം വലിയ കുന്നുകളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തായാലും പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, വെതർ കണ്ടീഷൻ നല്ലതാണെങ്കിൽ. ഇതൊക്കെ കയാക്കിങ് ചെയ്യാൻ പറ്റിയ ബോട്ടുകളാണ്. എല്ലാത്തിനും എന്തായാലും 500-600 എന്തായാലും മിനിമം ഉണ്ടാവുമായിരിക്കും. ഞാൻ ചോദിച്ചില്ല, അവിടെ നിന്ന് ആരെയും കണ്ടില്ല ചോദിക്കാൻ, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പറ്റിയില്ല. പക്ഷേ
പക്ഷേ ഇതൊരു ഭയങ്കര സൗന്ദര്യമാണ് ഇത് കാണാൻ. അത് നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തൊരു ഭംഗിയുണ്ടെന്ന്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ജലത്തിന് അല്ലെങ്കിൽ ഈ വെള്ളത്തിനൊരു പച്ച കളറായിട്ട് ഞാൻ കാണാം, ഒരു ഡീപ്പ് പച്ച. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നല്ല ആഴമുള്ള സ്ഥലങ്ങളായിരിക്കാം ഒരു പക്ഷേ. അവരെന്തായാലും സേഫ്റ്റി മെഷറൊക്കെ എടുത്തിട്ടാണ് നമ്മളെ അങ്ങോട്ട് വിടുകയുള്ളൂ, ചുമ്മാ വിടുകയൊന്നുമില്ല. സോ അത്യാവശ്യം ഡെപ്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ അവരുടെ ടൗണിലെത്തി. ഈ സത്തൽ ടൗൺ ഉണ്ട്, ചെറിയ ടൗൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്, കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് അവിടെ. സോ അതിൽ ഇറങ്ങിയായിരുന്നു. ഞാൻ രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്കും കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന വെച്ചു. ഞാൻ പിന്നെ പോകുന്ന സ്ഥലത്ത് കയറി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കഴിക്കേണ്ടത് കഴിച്ചിട്ട് തന്നെ പിന്നെ തിരിച്ചു പോകുന്നത്. കാരണം യാത്ര ചെയ്യുമ്പോൾ കുറച്ചേരം കഴിക്കേണ്ട പോയി ശരിയാവില്ല. സോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ബോട്ട് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് കാണുന്ന ഈ നമ്മുടെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ഫൈബറിൻ്റെ സംഭവമാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കയറി നടക്കാം. ഇങ്ങനൊരു സംഭവം ഞാൻ മനസ്സിലാക്കിയത് കൊല്ലത്താണോ അതോ കോഴിക്കോടാണ്, കോഴിക്കോട് ബീച്ച് തോന്നുന്നു. അവിടെ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നു, ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു ഈ സാധനം ഇട്ടിട്ട്. ഇത് എനിക്ക് തോന്നുന്നു എയർഫീൽഡായിട്ടുള്ള ഒരു ഫൈബർ ആയിരിക്കും അത് മിക്കവാറും. ഞാൻ പറഞ്ഞ ഈ നീല, ഇപ്പോൾ ഈ കാണുന്ന അടിയിൽ നീല കാണുന്ന, നമുക്ക് അങ്ങോട്ട് കയറി ചവിട്ടി കിടക്കുമ്പോൾ അതിൻ്റെ താഴില്ല. ഇതിപ്പോൾ അവിടെയുള്ള അരയനം പോലത്തെ ഒരു സാധനമാണ്. നല്ല രസമുണ്ട്. ഇവരെന്തോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അവർക്ക് ഫുഡ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ സാധനം. ഇതിൽ കൂടെ കയറി കിടക്കുമ്പോൾ നമുക്ക് അത്ര വലിയ കുലുക്കമൊന്നുമില്ല കേട്ടോ, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഇത് വെള്ളത്തിൽ പോയി കിടക്കുന്ന സാധനം. സോ ഇത് തീരമാണ് ശരിക്കും. ബോട്ടിലേക്ക് കയറാൻ ഇറങ്ങാനും പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതിങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത് നൈനിറ്റാളിൽ തന്നെ ഇവിടെയാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇത് ആദ്യം ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഈ തോണിയൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ഇത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാനും കയറാനൊക്കെ പറ്റിയ സംഭവമാണ് ഇതൊക്കെ. സോ അങ്ങനെ അതിൽ കയറി നടക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. ഇവിടെ ഓപ്പറേറ്റേഴ്സിൽ നിന്നും ഇത് സത്തൽ ലേക്കാണ്. സാത്ത് ലേക്ക് എന്ന് പറഞ്ഞാൽ 7 തടാകം ചേർന്ന ഒരു സ്ഥലമാണ് ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അടുത്ത് തന്നെ നളദമയന്തി ലേക്ക് എന്ന് പറഞ്ഞ ലേക്കുകളുണ്ട്. അതും കൂടെ ഒന്ന് കാണാൻ പോകാം. എന്തായാലും ഈ നൈനിറ്റാൾ എന്ന് പറഞ്ഞാൽ കുറേ ലേക്കുകളുള്ള സ്ഥലം തന്നെയാണ്. അതിൽ ഞാൻ നേരത്തെ കണ്ടുപോയ ലേക്കുകളാണ് ഇതെല്ലാം. സത്തൽ ലേക്ക് കുറച്ച് വലിയ ലേക്ക് തന്നെയാണ്. ഇതിൽ കുറച്ചുകൂടെ ആക്ടിവിറ്റീസൊക്കെ ഞാൻ കാണുന്നുണ്ട്, ബാക്കിയുള്ള ലേക്സിനെ പോലെയല്ല. ഈവൻ നമ്മുടെ ഭീംതാൽ ലേക്കിൻ്റെയൊക്കെ പോലത്തെ ആക്ടിവിറ്റീസ്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ കയാക്കിങ് വരെയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ ഈ പറഞ്ഞ അരയന്നങ്ങൾ പോലെ കുറച്ച് സാധനങ്ങൾ കണ്ടു. അത് കുറച്ച് രസമുണ്ട്. അവരെന്തൊക്കെ വർത്താനം കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ബോട്ട്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും പോകുന്നില്ല. നല്ല റൈഡ്സ് ആയിരിക്കും പോകാൻ. അവിടെ നിന്ന് നേരെ പോയത് നളദമയന്തി ലേക്കിലേക്കാണ്. അപ്പോഴേക്കും നല്ല മഴ അടിച്ചു. ഇപ്പോൾ ഞാൻ അത്യാവശ്യം മഴ നനഞ്ഞിട്ടുണ്ട്. ഇത് കാണാണ്ട് നേരെ അങ്ങ് പോയി. പിന്നെ കുറേ പോയി കണ്ട ഒരാൾ പറഞ്ഞു കുറച്ചുകൂടി തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത്. ഇത് വഴികൂടെ പോകുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു ലേക്കല്ല, ചെറിയ ലേക്കാണ്. നളദമയന്തി ലേക്ക് എന്ന് പറയും. ഇതിൻ്റെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ ഈ ലേക്കിൻ്റെ ഉള്ളിലേക്ക് നളൻ്റെ കൊട്ടാരം താണുപോയി എന്നാണ് സങ്കല്പം. കൊട്ടാരം താണു പോകുമ്പോൾ അത്രയൊന്നും വലിയ വലുപ്പമൊന്നും ഇവിടെ നോക്കിയിട്ട് കാണാനില്ല. ഇനിയിപ്പോൾ അങ്ങനെ താണു പോകണമെങ്കിൽ പോയിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിവേ അവിടെ ഒരു ലേക്കുണ്ട്. ഇതെല്ലാം ഒരു സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥ മെനഞ്ഞുണ്ടാക്കുന്ന കഥകൾ മാത്രമാണ്, അല്ലാണ്ട് അങ്ങനെ വേറെ സംഭവമൊന്നുമില്ല എന്ന് കുറച്ച് പേർക്ക് മനസ്സിലാവും. നമുക്ക് എവിടെ എന്നാലും ഇപ്പോൾ നമ്മളെന്താ പറയുക, നമ്മുടെ ഹിമാചൽ പ്രദേശിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ഗരംപാനി പോലെ സ്ഥലം, മണിക്കിണറിൽ ഗരംപാനി അടിയിൽ നിന്ന് ഇങ്ങനെ ചൂടുവെള്ളം വരും. അതപ്പോൾ ശിവൻ്റെ എന്തോ സംഭവം എന്ന് വരുമ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയവർ. അപ്പോൾ അത് പ്രത്യേകത അത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ഇതൊക്കെ അന്ന് അവിടുത്തെ ഉള്ള ബുദ്ധിമാന്മാർ ചെയ്യുന്നൊരു വഴി, അത് മാത്രമേ നമുക്കത് കാണാനുള്ളൂ. ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെ സങ്കല്പം ഉണ്ടാക്കി അപ്പോൾ അത് കാണാൻ കുറേ ആൾക്കാർ വരും. ഇപ്പോൾ ചെറിയതായിട്ട് ചന്നം പിന്നെ മഴ പെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ പോയി ഒരു ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. കാരണം വണ്ടി ഓടിച്ചപ്പോൾ കൈയൊക്കെ ഐസ് പോലെയായി. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാനല്ല, കൈ ചൂടാക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. ഭക്ഷണം കഴിക്കാൻ നല്ലതാണ്. തണുപ്പുള്ള സമയത്ത് മെറ്റബോളിസം ഉണ്ടാവും, ആ ബോഡിക്കുള്ളിൽ ചൂടുണ്ടാവും. ഇവിടെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. അതുകൊണ്ട് ഞാൻ നേരെ ഗരംപാനിക്ക് പോയി. അപ്പോൾ ഭവാനി കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്. അവിടുത്തെ ഒരു ബാവയാണ്. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ സ്മരണാർത്ഥം വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഒരു അമ്പലം. അപ്പോൾ ആ ബാബയുടെ ഞാനീ പോകുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്, പോലീസുകാർ ആൾക്കാർ നീന്തിക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് കയറി കാണാമെന്ന് ഓർത്തു. അപ്പോൾ കയറി അമ്പലം വരെ എത്തിയപ്പോഴേക്കും അവർ ചെരുപ്പ് ഇടണം എന്ന ലെവലിലേക്ക് എത്തിയാറ്. ഞാൻ പിന്നെ കാല് നനയ്ക്കാൻ പറ്റാത്ത കാരണം ഇത്രയും കണ്ടാൽ മതി എന്ന് ഓർത്തുകൊണ്ട് തിരിച്ചു വരികയുണ്ടായത്. എനിവേ അങ്ങനെ ആ ഒരു പരിസരത്ത് നിന്ന് പോകാൻ പറ്റി. പല വിധത്തിലെ ആൾക്കാർ പല അന്ധവിശ്വാസം വെച്ചിട്ട് എവിടെ എന്ത് കണ്ടാലും വീഴുന്ന നിലയിലാണ് നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല പുറത്തുള്ളവരൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിനേക്കാളും നല്ലത് അവനവനിൽ വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. എവിടെയും പോയിട്ട് നമ്മൾ കമന്ന് വീണ് അടിക്കാൻ പാടില്ല എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത്.
അങ്ങനെ വേണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവനവന് മാത്രം വിശ്വസിച്ചാൽ മതി. പുറത്തുനിന്ന് വേറെ ശക്തിയൊന്നും ഒന്നും ആരും രക്ഷിച്ച ചരിത്രം പോലും ഉണ്ടായിട്ടില്ല. സോ അവനെ വിശ്വസിച്ചാൽ എല്ലാം ശരിയാവും. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.